നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിവാഹ സൽക്കാരത്തിനിടെ ജിലേബി തയ്യാറാക്കുന്ന പാത്രം മറിഞ്ഞ് തിളച്ച എണ്ണ ദേഹത്തേക്ക് തെറിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കൊളത്തുപറമ്പ് ചെറുപറമ്പിൽ ഹമീദിന്റെയും സൗദയുടെയും മകൾ ഷഹാനയാണ് മരിച്ചത്. 1.5 മാസത്തോളമായി 24-കാരിയായ ഷഹാന ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്നു. ഇതേ അപകടത്തിൽ മരിച്ച യുവതി ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ പലരും ഇന്നും ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ ജനുവരി 25-നാണ് അപകടം നടന്നത്. കുന്നുംപുറത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ദാരുണമായ സംഭവം. ചെറു സ്വദേശിയുടെ കല്യാണത്തിൽ വെച്ചാണ് അപകടം നടന്നത്. ഷഹാന ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായാണ് ഓഡിറ്റോറിയത്തിൽ എത്തിയത്. വിവാഹ സൽക്കാരത്തിൽ ഗുലാബ് ജാമും ജിലേബിയും വിതരണം ചെയ്തിരുന്നു. കൈ കഴുകുന്ന ഭാഗത്താണ് ജിലേബി ഉണ്ടാക്കുന്നതിനുള്ള അടുപ്പ് വെച്ചിരുന്നത്. ഇവ വിതരണം ചെയ്യുന്ന ടേബിളിന് മുകളിലായാണ് ജിലേബി തയ്യാറാക്കുന്ന പാത്രം കയറ്റിവെച്ചിരുന്നത്. യാതൊരു സുരക്ഷാ സംവിധാനവും ഒരുക്കിയിട്ടില്ലായിരുന്നു. കുട്ടികൾക്കടക്കം കയ്യെത്തും ദൂരത്തായിരുന്നു ഇത് പാകം ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ജിലേബി തയ്യാറാക്കുന്ന പാത്രം മറിഞ്ഞ് തിളച്ച എണ്ണ ഷഹാന ഉൾപ്പെടെയുള്ളവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ ഷഹാന വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെയാണ് മരണം സംഭവിച്ചത്. ഷഹാനയുടെ ഭർത്തൃമാതാവിനും ഈ അപകടത്തിൽ പൊള്ളലേറ്റിരുന്നു. ഇതിൽ പരിക്കേറ്റ പലരും ഇന്നും ചികിത്സയിലാണ്. AR നഗറിലുള്ള കുട്ടി 16 ദിവസത്തോളം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോഴും കുട്ടിക്ക് ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു സുരക്ഷാ സംവിധാനവുമില്ലാതെ അടുപ്പ് വെച്ചതാണ് അപകടകാരണമെന്നാണ് കല്യാണത്തിൽ പങ്കെടുത്തവർ പറയുന്നത്. നിരവധി ചെറിയ കുരുന്നുകൾ അടക്കം പങ്കെടുത്ത ചടങ്ങിൽ സുരക്ഷാ സംവിധാനമൊരുക്കാതെ കുട്ടികൾക്ക് പോലും കയ്യെത്തുന്ന ദൂരത്ത് ഇവ പാകം ചെയ്യാൻ വെച്ചത് സുരക്ഷാ വീഴ്ചയെന്നാണ് ഇവർ പറയുന്നത്. അപകടത്തിൽ കാറ്ററിംഗിനെത്തിയവർക്കും പൊള്ളലേറ്റിരുന്നു. വിവാഹ സൽക്കാരത്തിലെ സുരക്ഷാ സംവിധാനമില്ലാത്ത ആഡംബരം ഇതോടെ ഒരു ജീവനാണ് എടുത്തത്. തേക്കിൻകാടൻ ഷെഫീഖാണ് ഷഹാനയുടെ ഭർത്താവ്. ഷെഹ്സാനാണ് മകൻ. സൽമാനുൽ ഫാരിസ്, ഫാത്തിമ സൻഹ എന്നിവരാണ് സഹോദരങ്ങൾ. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.